നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10 വർഷം കേരളം ഭരിച്ച LDF സർക്കാർ, പിണറായി സർക്കാർ തോറ്റു തൊപ്പിയിട്ടത് ഭരണപരാജയം കൊണ്ടും അക്രമ രാഷ്ട്രീയം കൊണ്ടും ദുർവിനിയോഗം കൊണ്ടുമാണ് എന്നുള്ളത് ഇപ്പോൾ കേരളത്തിൽ ജനിച്ച ഒരു പൂച്ചക്കുഞ്ഞിന് പോലും അറിയാം. പക്ഷേ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിയെത്താൻ സാധിക്കാത്ത ചില അന്തംകമ്മികൾ ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. സംഭവിച്ചത് സംഭവിച്ചോ, ഇനിയെങ്കിലും പ്രവർത്തനങ്ങൾ ഒന്ന് മാറ്റിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പെരുമാറിക്കൊണ്ട് നഷ്ടപ്പെട്ട ആ ഒരു അവസരം അടുത്ത ഇലക്ഷനിലെങ്കിലും തിരിച്ചു പിടിക്കാം എന്ന് കരുതുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇപ്പോഴും ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് തങ്ങൾ പരാജയപ്പെടാൻ കാരണമായ വിഷയങ്ങൾ എന്തൊക്കെയാണോ അവരെ ഭയപ്പെടുത്തുക, അവരെ നശിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കാണ്. ഇപ്പോൾ പയ്യന്നൂരിൽ MLA V കുഞ്ഞികൃഷ്ണനെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അനുകൂലിച്ച മുൻ DYFI ജില്ലാ നേതാവിന്റെ ചെമ്മീൻ ഷെഡിന് തീയിട്ടു എന്നുള്ള പരാതികൾ പുറത്തേക്ക് വരുമ്പോൾ അത്തരത്തിലൊന്നാണ് പറയാൻ തോന്നുന്നത്. അതായത് കിട്ടിയതൊന്നും പോരാ, ഇനി എത്ര കിട്ടിയാലും പഠിക്കുകയില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇവർ എത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. LDF സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുള്ള അക്രമ രാഷ്ട്രീയം, അല്ലെങ്കിൽ രാജകീയ ഭരണമായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഭരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ വലിയൊരു പരാജയം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ 100 പ്രോസസ്സാണ്. മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ആ 100 പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ അടുത്തെത്താനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥ. പിണറായി എന്ന പേര് കേൾക്കുമ്പോൾ, പണ്ടൊക്കെ പോലീസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഭയന്നത് പോലെയാണ് പിണറായി എന്ന പേര് കേൾക്കുമ്പോൾ പലരും ഭയന്നത്. സാധാരണ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് നമ്മുടെ ജനപ്രതിനിധിയാണ്. നമുക്ക് അവകാശമുണ്ട് അദ്ദേഹത്തെ കാണാനും തന്റെ അഭിപ്രായം പറയാനും ആവശ്യങ്ങൾ ഉന്നയിക്കാനും എന്നുള്ളത് മനസ്സിലാക്കിയാൽ പോലും അതിന് പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോഴാണ് പാർട്ടി തോറ്റത്, അല്ലെങ്കിൽ LDF തോറ്റത് ഇത്തരം ഭരണപ്പിഴവ് കൊണ്ടല്ല, മറിച്ച് ഈ കാര്യങ്ങളൊക്കെ തുറന്നടിച്ച ചില സഖാക്കന്മാർ രംഗത്ത് വന്നതുകൊണ്ടാണ് പാർട്ടി തോറ്റത് എന്ന് വിശ്വസിച്ച് അവരെ തകർക്കാൻ വീണ്ടും, അതായത് എവിടെയാണോ പിഴച്ചത് അതേ പിഴവുകൾ വീണ്ടും ആവർത്തിക്കുകയാണ് CPM എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പയ്യന്നൂരിൽ നിന്ന് ഇപ്പോൾ വലിയ രീതിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരികയാണ്. പയ്യന്നൂർ MLA ആയിട്ടുള്ള V കുഞ്ഞികൃഷ്ണനെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അനുകൂലിച്ച മുൻ DYFI ജില്ലാ നേതാവിന്റെ ചെമ്മീൻ ഷെഡിനാണ് ഇപ്പോൾ തീയിട്ടതായിട്ടുള്ള പരാതികൾ വന്നിരിക്കുന്നത്. ഇദ്ദേഹം ചെമ്മീൻ കൃഷിയുടെ ഭാഗമായി നിർമ്മിച്ചിരുന്ന ഷെഡിനാണ് തീയിട്ടിരിക്കുന്നതെന്നാണ് വിവരം. മുൻ DYFI ജില്ലാ നേതാവും CPM ബ്രാഞ്ച് അംഗവുമായിരുന്ന T പുരുഷോത്തമന്റെ ഷെഡിന് നേരെയാണ് അജ്ഞാതർ ആക്രമണം ഉണ്ടാക്കിയതെന്നാണ് വിവരങ്ങൾ. T പുരുഷോത്തമന്റെ കാറിനും ആക്രമികൾ തീയിട്ടു. ഇത് ഈ പറയുന്നത് പോലെ ചില അന്തംകമ്മികളായിരിക്കാം എന്നുള്ള സൂചനകൾ രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. വീടിന് നേരെയും ആക്രമണം നടന്നതായാണ് വിവരങ്ങൾ. പയ്യന്നൂരിലെ മുൻ CPM നേതാവും പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന T ഗോവിന്ദന്റെ അടുത്ത ബന്ധുവാണ് പുരുഷോത്തമൻ. ബുധനാഴ്ച രാത്രിയായിരുന്നു ആക്രമണം ഉണ്ടായിരുന്ന ചെമ്മീൻ കൃഷിക്ക് ആവശ്യമായ വല, പെട്ടി, തീറ്റ എന്നിവയൊക്കെ സൂക്ഷിച്ചിരുന്ന ഷെഡായിരുന്നു. അതാണ് ഇത്തരത്തിൽ തീയിട്ട് നശിപ്പിച്ചത്. ഇതിന് തൊട്ടടുത്ത് കൃഷിയും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. ഷെഡിന്റെ ഭൂരിഭാഗവും കത്തി നശിച്ച നിലയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണം നടത്തിയത് ആരാണെന്ന് വ്യക്തമായിട്ടില്ല എങ്കിൽ പോലും പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം CPM-നെതിരെ പുരുഷോത്തമൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. പയ്യന്നൂർ മുൻ MLA TI മധുസൂദനൻ പ്രകോപനകരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ തങ്ങൾക്ക് നേരെ ഉണ്ടായ കൊലവിളികൾ പ്രതികരിച്ച് പോസ്റ്റ് ഇട്ടതെന്ന് പുരുഷോത്തമൻ പറയുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായത്. കൂടാതെ ചെമ്മീൻ കൃഷിയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദ്രാവകം ഒഴിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും നിലവിലുണ്ട്. വ്യാഴാഴ്ച രാവിലെ കൃഷി നോക്കാനായി പുരുഷോത്തമൻ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ സംഭവം നടന്നതായി മനസ്സിലാക്കുന്നത്. സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരങ്ങൾ. മാധ്യമങ്ങളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. മുൻപ് വീടിന്റെ ചില്ലടക്കം വാളുപയോഗിച്ച് തകർത്ത രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മുൻ MLA TI മധുസൂദനന്റെ അറിവോടെയാണ് ഇത്തരം ആക്രമണങ്ങൾ നടന്നതെന്നുള്ള സൂചനകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചതായാണ് വിവരങ്ങൾ. നേരത്തെ V കുഞ്ഞികൃഷ്ണന്റെ അനുകൂലിച്ച പ്രസന്നൻ എന്നയാളുടെ സ്കൂട്ടർ അഗ്നിക്കിരയാക്കിയ സംഭവം അടക്കം വിലയിരുത്തിക്കൊണ്ട് ഈ വിഷയം അന്വേഷണങ്ങൾ തുടരുകയാണ്. V കുഞ്ഞികൃഷ്ണന്റെ അഗ്രി ഫാമിലെ ഷെഡിനും തീ വച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഈ കേസുകളിലെ പ്രതികൾ ആണ് ഇപ്പോൾ വീണ്ടും ഒരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നും പോലീസിന് സംശയമുണ്ട്. ഈ
ഈ സാഹചര്യത്തിൽ എന്തായാലും വീണ്ടും ഒരു ആക്രമണം കൂടി നടക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ ആശങ്കകൾക്കും വകവയ്ക്കുന്നു. എന്തായാലും തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുമ്പോൾ സ്ഥലം MLAയുടെ ജീവൻ പോലും അപകടത്തിലാണ് എന്നുള്ള മുന്നറിയിപ്പും ആശങ്കകളുമാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്കൊരു പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുത്തൽ വീണിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് ആ പരാജയം മനസ്സിലാക്കിക്കൊണ്ട്, ആ വീഴ്ച മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റി ഇനി അടുത്ത ഒരു സ്റ്റെപ്പിലെങ്കിലും വീഴാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് തെറ്റാണോ ചെയ്തത് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിലാണ് LDF സഖാക്കന്മാരുടെ പോക്ക് എന്നുള്ള വിലയിരുത്തലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും വീണ്ടും വലിയ രീതിയിൽ രാഷ്ട്രീയ വിഷയമായിട്ട് ഈ ഒരു ആക്രമണം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്.